നമസ്കാരം. സീസറുടെ ഭാര്യ സംശയത്തിന് അതീതയാവണം എന്ന ഒരു പഴമൊഴിയുണ്ട്. അത് വളരെ അർത്ഥഗർഭമായ ഒരു കാര്യമാണ്. പൊതുസ്ഥാനങ്ങൾ വഹിക്കുന്ന നികുതിദായകൻ്റെ പണം കൊണ്ട് നിലനിന്ന് പോകുന്ന സ്ഥാപനങ്ങൾ തീർച്ചയായും സംശയത്തിന് അതീതമായി സുതാര്യമായി പ്രവർത്തിക്കേണ്ട ആവശ്യകതയാണ് ഈ ഒരു പ്രയോഗത്തിലൂടെ നമ്മൾ വിവക്ഷിക്കുന്നത്. പറഞ്ഞു വരുന്നത്, ഈ അടുത്ത സമയത്ത് ഉയർന്നു വന്ന വളരെ വലിയൊരു നീതിന്യായ കൊടുങ്കാറ്റ്, അതായത് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വസതിയുടെ അടുത്തുള്ള ഔട്ട് ഹൗസിൽ നിന്നും ഏതാണ്ട് 15 കോടിയോളം രൂപയുടെ ഭാഗികമായി കത്തിക്കരിഞ്ഞ നോട്ടുകൾ കണ്ടെത്തി. അതിപ്പോൾ വലിയ പുലിവാലായിരിക്കുകയാണ്. ആ ഒരു സംഭവത്തിൻ്റെ വിവരണമല്ല ഈ വീഡിയോയുടെ ഇതിവൃത്തമെന്ന് ആദ്യമേ ഓർപ്പിച്ചുകൊള്ളട്ടെ. അതിൽ അന്തർലീനമായിരിക്കുന്ന ചില കാതലായ അടിസ്ഥാന വിഷയങ്ങളുണ്ട്. നമ്മുടെ ജഡ്ജിമാരിൽ ചെറിയ പങ്കെങ്കിലും അഴിമതിയുടെ കറ പുരണ്ടവരാണ്. അത് ഏറെക്കാലമായി അത് പറയുകയാണ്. കീഴ്ക്കോടതികളിൽ അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഏറ്റവും ഉയർന്ന ഹൈക്കോടതി, സുപ്രീം കോടതി ലെവലിൽ അതങ്ങനെ അല്ല എന്ന് ഏതാണ്ട് ഈ അടുത്ത കാലം വരെ ജനം വിശ്വസിച്ചിരുന്നു. പക്ഷെ അതിൽ നിന്നും തികച്ചും വിഭിന്നമായ രീതിയിലാണ് ഇപ്പോൾ ജീവിക്കുന്ന തെളിവുകൾ നമ്മുടെ മുമ്പിൽ വരികയാണ്. അപ്പോൾ നോക്കൂ, സുപ്രീം കോടതിയിൽ ഒരു ചീഫ് ജസ്റ്റിസ് ഉണ്ട്, സഞ്ജീവ് ഖന്ന. സുപ്രീം കോടതിയുടെ ഈ സ്ഥലം മാറ്റങ്ങൾ, ഏത് ജഡ്ജിയെ ഏത് ബെഞ്ച് ഏൽപ്പിക്കണം, ഏത് കേസ് ഏൽപ്പിക്കണം എന്ന തീരുമാനം, ഹൈക്കോടതി ജഡ്ജിമാരുടെ സ്ഥലം മാറ്റങ്ങൾ, സുപ്രീം കോടതിയുടെ തന്നെ ഡ്യൂട്ടി അലൈൻമെൻറ്റ്, ഇതെല്ലാം തന്നെ മോണിറ്റർ ചെയ്യുന്ന ജഡ്ജിമാരുടെ നിയമനങ്ങൾ, ഏത് ജഡ്ജിയെ എങ്ങോട്ട് കൊണ്ടുവരണം, ഹയസ്റ്റ് ഫോം ഓഫ് ജുഡീഷ്യറി, ഈ നിയമനങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഏജൻസി പ്രസിഡൻ്റ് ആണെന്ന് തോന്നാമെങ്കിലും അത് നേരിട്ട് പ്രസിഡൻ്റ് അല്ല ചെയ്യുന്നത്. അത് ചെയ്യുന്ന ഏജൻസിയുടെ പേരാണ് കൊളീജിയം. സുപ്രീം കോടതിയിലെ ഏറ്റവും ശക്തരായ സീനിയർ ജഡ്ജിമാരുടെ ഒരു കോക്കസ്, ഒരു ഗ്രൂപ്പാണ് കൊളീജിയം. ഈ കൊളീജിയം സംവിധാനം അഴിമതി നിറഞ്ഞതാണ് എന്നൊന്നുമുള്ള ധാരണ അടുത്ത കാലം വരെ ഇല്ലായിരുന്നു. കാരണം കൊളീജിയം എന്ന് പറയുന്നത് രാഷ്ട്രീയ ഇടപെടലിനെതിരെ, രാഷ്ട്രീയക്കാർ നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിക്കുന്നതിന് ബദലായി രാഷ്ട്രീയ ഇടപെടലൊന്നുമില്ലാതെ നീതിന്യായ വ്യവസ്ഥതയിലെ ഉന്നതരായ ആളുകൾ ചേർന്ന് ഈ വ്യവസ്ഥിതിക്ക് ഒരു സോളിഡിറ്റി കൊണ്ടുവരിക എന്നതാണ് ഈ ജുഡീഷ്യൽ കൊളീജിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കൊളീജിയം, കോളേജ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ജഡ്ജസ്, ചെറിയ നമ്പർ ഓഫ് ഗ്രൂപ്പാണ്. എന്നാൽ കൊളീജിയം സംവിധാനം വലിയ തോതിലുള്ള സ്ഥാപിത താല്പര്യക്കാർ ആ സംവിധാനത്തെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്ന് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്കിടയിൽ, കക്ഷിഭേദമന്യേ കോൺഗ്രസ്സുകാരുമുണ്ട്, BJP-ക്കാരുമുണ്ട്, മറ്റ് കക്ഷികളുമുണ്ട്, ഒരു ചിന്തയുണ്ട്. അതുകൊണ്ടാണ് 2014 നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന, ആദ്യ മോദി സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ പാർലമെൻറ്റിൽ ഒരു നിയമനിർമ്മാണം വരികയാണ്. നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻറ്റ്മെൻറ്റ് ആക്ട്, ദേശീയ ജുഡീഷ്യൽ നിയമന ഒരു നിയമം. അത് പാർലമെൻറ്റിൽ വന്നു. അത് പാസ്സാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല, ഭരണഘടനാ ഭേദഗതി ഉണ്ടാവണം. 99ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ജഡ്ജിമാരുടെ നിയമനം, പ്രത്യേകിച്ച് സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ പ്രസിഡന്റാണ് നിയമിക്കുന്നതെങ്കിൽ പോലും അത് കൊളീജിയത്തിൻ്റെ ഒരു നീരാളിപ്പിടുത്തത്തിൽ നിന്ന് മോചിതമാക്കാൻ വേണ്ടി ഗവൺമെൻറ് നോമിനീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെടുന്ന ഒരു നിയമന സംവിധാനത്തിലേക്ക് പോവുകയാണ്. അതാണ് ജുഡീഷ്യൽ അപ്പോയിൻറ്റ്മെൻറ്റ് ആക്ട്. അത് പാസ്സാക്കി 3/2 ഭൂരിപക്ഷം പങ്കെടുത്ത് വോട്ട് ചെയ്യുന്ന ആളുകളുടെ 3/2 ഭൂരിപക്ഷം വേണം. അപ്പം ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം അതോടൊപ്പം തന്നെ നിന്നു. അങ്ങനെ പാസ്സാക്കി, ലോക്സഭയിൽ പാസ്സാക്കി, രാജ്യസഭയിൽ പാസ്സാക്കി. അങ്ങനെ 2014 ഡിസംബർ മാസം 31-ാം തീയതി അത് പാസ്സായ നിയമമാകുകയാണ്. പിന്നീട് അതിന് പ്രസിഡന്റിൻ്റെ കൂടി ഒപ്പ് ലഭിച്ചു. അങ്ങനെയെങ്കിൽ കൊളീജിയം സംവിധാനം അവസാനിക്കേണ്ടതാണ്. പക്ഷേ അവസാനിച്ചില്ല എന്ന് മാത്രമല്ല, പൂർവാധികം ശക്തമായി കൊളീജിയം സംവിധാനം മുന്നോട്ട് പോവുകയാണ്. അത് നമുക്കൊരു ജുഡീഷ്യൽ റിവ്യൂ എന്നൊരു കാര്യമുണ്ട്. അതായത് ജുഡീഷ്യറിയുടെ, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച്
ലെജിസ്ലേച്ചർ, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ 3 ഘടകങ്ങൾ, ലെജിസ്ലേച്ചർ അത് നിയമനിർമ്മാണ വിഭാഗം, എക്സിക്യൂട്ടീവ് കാര്യനിർവഹണ വിഭാഗം, ജുഡീഷ്യറി നീതിന്യായ വിഭാഗം, ഈ 3 വിഭാഗങ്ങളുണ്ട്. അവിടെ ഈ 3 വിഭാഗങ്ങളും പരസ്പരം ഏകോപനത്തോടുകൂടി പ്രവർത്തിക്കണം. പക്ഷേ പാർലമെൻ്ററി ഡോമിനേഷനാണ് പലപ്പോഴും നടക്കുന്നത്. പോപ്പുലർ സോവറൻറ്റി ഉണ്ടെന്ന് പറയുമ്പോഴും ഒരു പാർലമെൻ്ററി സുപ്രമസി ഇന്ത്യയിൽ ഉണ്ട്. അതിനേക്കാൾ വലുതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രമസി. അപ്പം ഇന്ത്യ പാർലമെൻ്റ് ജനാധിപത്യമാണ്, സമ്മതിച്ചു. പാർലമെൻറ്റിൻ്റെ മേധാവിത്വമുണ്ട്, സമ്മതിച്ചു. ഭൂരിപക്ഷ കക്ഷിക്ക് പ്രാധാന്യമുണ്ട്, സമ്മതിച്ചു. പോപ്പുലർ സോവറൻറ്റിയാണ്, ജനങ്ങൾക്ക് വലിയ തോതിലുള്ള അവകാശങ്ങളുള്ള അധികാരമുണ്ട്, അവർ ജനങ്ങളാണ് ഗവൺമെൻറ് തിരഞ്ഞെടുക്കുന്നത്. ഇതൊക്കെ ആലങ്കാരികമായി പറയാമെങ്കിലും ഡി ഫാക്ടോ ഇന്ത്യ ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രമസി. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ, ഇന്ത്യൻ ഭരണഘടനയുടെ കണ്ണായി കരളായി കാതായി അന്തസ്സത്തെ കാത്തു സൂക്ഷിക്കുന്നത് കോടതിയാണ്. കണ്ണിലെ കൃഷ്ണമണി പോലെ ഭരണഘടനയെ കാത്തു സൂക്ഷിക്കുന്നത് കോടതിയാണ്. അതുകൊണ്ടാണ് പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ നടത്തുന്ന ഉത്തരവുകൾ, മന്ത്രിസഭ എടുക്കുന്ന തീരുമാനങ്ങൾ, ഇതെല്ലാം എക്സിക്യൂട്ടീവ് ഗണത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ്. എക്സിക്യൂട്ടീവിൻ്റെ ഏതെങ്കിലും തീരുമാനങ്ങളെയോ ഭരണഘടന അനുസൃതമാണോ എന്ന് പരിശോധിച്ച് അങ്ങനെയല്ല എന്ന് കണ്ടെത്തിയാൽ അവയെ ഭരണഘടനാ വിരുദ്ധമായി, നൾ ആൻഡ് വോയിഡായി, അൾട്രാ വൈറസായി പ്രഖ്യാപിക്കാനുള്ള കോടതിയുടെ അവകാശമാണ് ജുഡീഷ്യൽ റിവ്യൂ. ആ ജുഡീഷ്യൽ റിവ്യൂ നോക്കിക്കൊണ്ട് കോടതി പറയുകയാണ്, ഈ തീരുമാനം ഭരണഘടനാ ഭേദഗതി 99ാം ഭരണഘടനാ ഭേദഗതി ജുഡീഷ്യൽ അപ്പോയിൻറ്റ്മെൻറ്റ് കമ്മീഷൻ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചു. അങ്ങനെ കൊളീജിയം കൊണ്ടുവരുന്ന പേരുകൾ പ്രസിഡന്റ് നിയമിക്കുക എന്നതിലേക്ക് തിരിച്ചുപോയി. അപ്പം അങ്ങനെ കോടതി പാർലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ജനഹിതത്തിൻ്റെ ഒരു റിഫ്ലക്ഷനായ പാർലമെൻ്ററി തീരുമാനത്തെ അട്ടിമറിച്ചു. അതിന് പറയുന്ന ജുഡീഷ്യറി പറയുന്നൊരു കാരണം ബേസിക് സ്ട്രക്ചർ ഡോക്യുമെൻ്റാണ്. കേശവാനന്ദ ഭാരതി കേസിൽ നേരത്തെ വളരെ വർഷങ്ങൾക്ക് മുൻപ് കോടതി തന്നെ പറഞ്ഞിരിക്കുന്നതാണ്, യു ക്യാൻ അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, എനി പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് സബ്ജക്റ്റഡ് ടു അമെൻഡ്മെൻറ്റ്. പക്ഷേ നിങ്ങൾ അടിസ്ഥാനത്തിൽ ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളിൽ തുടരുത്. അതാണ് ബേസിക് സ്ട്രക്ചർ. ഈ കോടതിയിലെ ജഡ്ജിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു കമ്മീഷൻ വിടുക എന്ന് പറയുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിലുള്ള കൈവെപ്പാണ്. അത് സാധിക്കില്ല, ഞങ്ങളതിനെ തള്ളിക്കളയുന്നു, വെട്ടിനിരത്തുന്നു. അങ്ങനെ കോടതി വെട്ടിനിരത്തിയ ആ പ്രൊവിഷൻ ഇപ്പോഴിതാ വീണ്ടും സർഫസ് ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ഈ നോട്ടുകൾ കണ്ടെത്തിയ ഒരു കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കളെ ഉൾപ്പെടെ രാജ്യസഭാ ചെയർമാൻ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ്, അവിടുത്തെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ, സഭാ നേതാവ് JP നദ്ദ, അവരെയെല്ലാം വിളിച്ചു കൂട്ടുകയാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ കൂടിയായ വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻകർ വിളിച്ചു കൂട്ടുകയാണ്. കഴിഞ്ഞ ദിവസം വിളിച്ചു കൂട്ടി, പിറ്റേന്നും വിളിച്ചു കൂട്ടി. 2 ദിവസം കൂലങ്കഷമായ ചർച്ചകളാണ്. അതിൽ ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങളാണ്. അതായത് ഒരു പൊളിറ്റിക്കൽ കൺസെൻസസ് കിട്ടുമോ എന്നാണ് നോക്കുന്നത്. അതായത് വീണ്ടും ഒരിക്കൽ കൂടി ജുഡീഷ്യൽ റിഫോംസ് ബിൽ അല്ലെങ്കിൽ ജുഡീഷ്യൽ അപ്പോയിൻറ്റ്മെൻറ്റ് ബിൽ, ജഡ്ജിമാരെ നിയമിക്കാൻ രാഷ്ട്രീയ പ്രക്രിയയിലെ ആളുകൾക്കും ഭരണകർത്താക്കൾക്കും ആ പേരുകൾ നിർദ്ദേശിക്കാനും അതിൻ്റെ നിർണായകത്വം വഹിക്കാനും ഒക്കെ കഴിയുന്ന രീതിയിൽ ജഡ്ജിമാർ മാത്രമങ്ങ് തീരുമാനിച്ച്, ഇപ്പോൾ ഒരു അങ്കിൾ എന്ന് വിളിക്കുന്ന ജഡ്ജിമാരുണ്ട്, ഒരു മൂത്ത ജഡ്ജിമാരെ ഇളയ ജഡ്ജിമാർ അങ്കിൾ എന്നൊക്കെ വിളിച്ച് അങ്കിൾ സിൻഡ്രോം എന്ന് പറയുക. അപ്പോൾ അങ്ങനെ വേണ്ടപ്പെട്ടവരെയൊക്കെ, മുൻ ചീഫ് ജസ്റ്റിസിൻ്റെ മകനെ വീണ്ടും ചീഫ് ജസ്റ്റിസ് ആക്കുക, പഴയ ജഡ്ജിമാരുടെ ബന്ധുക്കളെയൊക്കെ ഉന്നത സ്ഥാനങ്ങളിൽ കൊണ്ടുവരിക, അങ്ങനെ കൊളീജിയത്തിൻ്റെ കലാപരിപാടികൾ ഇനി നടക്കാത്ത രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കാൻ ഒരു രാഷ്ട്രീയ ഇടപെടലുണ്ടാകണം. ഇത് 2 തലയുള്ള വാളാണ് എന്ന് നിസ്സംശയം പറയാം. കാരണം എന്താണ്, ഇവിടെ രാഷ്ട്രീയ പരിഗണനകൾ ഉണ്ടാവാതെ ഇരിക്കാൻ വേണ്ടിയാണ് ജഡ്ജിമാരുടെ നിയമനത്തിൽ ഉന്നത ജഡ്ജിമാർ തന്നെ ആ ജഡ്ജിമാരുടെ ഡിസിപ്ലിനറി കാര്യങ്ങൾ നോക്കുന്നു, നിയമന കാര്യങ്ങൾ നോക്കുന്നു, സ്ഥലംമാറ്റ കാര്യങ്ങൾ നോക്കുന്നു. രാഷ്ട്രീയക്കാരുടെ കയ്യിലെ, ഭരണകക്ഷിയുടെ കയ്യിലെ കളിപ്പാവയായി ജഡ്ജിമാർ മാറാതിരിക്കാനുള്ള ഏറ്റവും സുരക്ഷിത മാർഗമാണ് കൊളീജിയം. പക്ഷേ കഴിഞ്ഞ ഈ തീരുമാനം എന്താണ്? രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻകർ എന്തിന് ആളുകളെ വിളിച്ചുകൂട്ടി? അദ്ദേഹം പറഞ്ഞു, നോക്കൂ നമ്മുടെ നീതിപീഠം എന്താണ് ചെയ്തിരുന്നത്. ഈ വിഷയം നോട്ടുകൾ കണ്ടെത്തിയതിന് ശേഷം ആരാ കണ്ടെത്തിയത്? ഫയർഫോഴ്സിന് കേസെടുക്കാൻ പറ്റുമോ? ഇല്ല. അവരത് പോലീസിന് റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ 17 മണിക്കൂർ സമയം പോയി. മാർച്ച് മാസം 14-ാം തീയതി അർദ്ധരാത്രി 11:30 നടന്നൊരു സംഭവം. അത് പോലീസ് കമ്മീഷണറുടെ മുമ്പിൽ എത്തുന്നത് 17 മണിക്കൂർ കഴിഞ്ഞ് പിറ്റേ ദിവസം വൈകുന്നേരം 4 മണിക്കോ മറ്റോ ആണ്. അന്നേരം പ്രഷ്യസ് ടൈം ഇസ് ലോസ്റ്റ്. അതിനുള്ളിൽ ആ നോട്ടുകെട്ടുകൾ അവിടുന്ന് മാറ്റി. ആര് മാറ്റി? ആരുടെ ഉത്തരവോടുകൂടി മാറ്റി? അതിന് ഈ അംഗങ്ങൾ, അതായത് ഈ ജസ്റ്റിസ് യശ്വന്ത് വർമ്മ
അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ പറയുന്നു ഞങ്ങളുടെ തല്ലപ്പണം, അദ്ദേഹം പറയുന്നു എൻ്റെ തല്ലപ്പണം, ഞങ്ങളുടെ മേൽനോട്ടത്തിലല്ല അതവിടെ നോക്കിയത്. അവിടെ ആർക്കും ആ ഒരു ഗോഡൗണിൽ ആർക്കും കടന്നു വരാം, CRPFൻ്റെ ആളുകൾക്ക് വരാം, അതുപോലെ അവിടുത്തെ PWD ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുറേ വേണ്ടാത്ത കാര്യങ്ങൾ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇതെല്ലാം ആർക്കും കടന്നു വരാവുന്ന സ്ഥലമാണ്. ആ മുറി പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല, ആർക്കും കടന്നു വരാവുന്ന രീതിയിലാണ്. അങ്ങനെയുള്ളിടത്ത് 15 കോടി രൂപയൊക്കെ നോട്ട് കെട്ടുകളായി ഞാൻ വെക്കുമോ എന്നാണ് ജസ്റ്റിസ് വർമ്മയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു ഡിഫൻസ്. പക്ഷേ നോട്ട് കണ്ടു എന്നത് വിഷ്വൽ തെളിവുകളാണ്. അത് ആരോ ഫോട്ടോഗ്രാഫ് ചെയ്തത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ കയ്യിലെത്തി. അങ്ങനെ 17 മണിക്കൂറിന് ശേഷം പോലീസ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കാര്യം റിപ്പോർട്ട് ചെയ്യുകയാണ്. സഞ്ജീവ് ഖന്ന എന്ന നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കയ്യോടെ തന്നെ ഇതിനകത്ത് അദ്ദേഹത്തിനാവുന്ന രീതിയിൽ കൊളീജിയവുമായി സംസാരിച്ചതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി 1-2 കാര്യങ്ങൾ ചെയ്തു. അതാണ് വിവാദമായിരിക്കുന്നത്. ഒന്ന്, ഇത് സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക, ഈ ചിത്രങ്ങൾ ഉൾപ്പെടെ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ. അങ്ങനെ പൊതുജനങ്ങളെ നിന്നും ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല, ഞങ്ങൾ നിഗൂഢമായിട്ടല്ല പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി അതിനെ പരമാവധി സുതാര്യത ഉറപ്പുവരുത്തുന്ന ഒരു നീക്കം, അത് സ്വാഗതാർഹമാണ്. 2, ഈ ജഡ്ജിയെ ആരോപണ വിധേയനായി ആരുടെ വീട്ടിൽ നിന്നാണോ ഈ പണം കണ്ടെടുത്തത്, കത്തിക്കരിഞ്ഞ നോട്ടുകൾ കണ്ടെടുത്തത്, അദ്ദേഹത്തെ യശ്വന്ത് വർമ്മ, അദ്ദേഹം നേരത്തെ ജോലി ചെയ്തിരുന്ന അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റുന്നു. അതിൽ പ്രഥമ ദൃഷ്ടിയ തെറ്റൊന്നും നോക്കുന്നില്ല. പക്ഷേ അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിമാരും അഭിഭാഷകരും എല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു, ദിസ് ഈസ് നോട്ട് എ ഡംപിംഗ് ഗ്രൗണ്ട്, ഇതൊരു ചവറ് കൂനയല്ല, വേസ്റ്റ് കിറ്റ് അല്ല. നിങ്ങൾക്ക് വേണ്ടാത്ത ഡൽഹി ഹൈക്കോടതിയിലെ മുതിർന്ന ജഡ്ജിയെ, അഴിമതി ആരോപണ വിധേയനായ ആളെ ഞങ്ങൾ എന്തിനു ചുമക്കണം എന്ന് അലഹബാദ് ഹൈക്കോടതിയിലെ ബാർ കൗൺസിൽ ഏകകണ്ഠമായി UP കോടതിയിലെ ആളുകൾ പറയുകയാണ്. അതൊരു വശം. മറുവശത്തെ ന്യായമായ ഒരു ചോദ്യം പ്രേക്ഷകരോട് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, നിങ്ങളോ ഞാനോ അല്ല എങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി മുതൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരനായിക്കൊള്ളട്ടെ, അവരുടെ വീട്ടിൽ നിന്നാണ് ഇങ്ങനെയൊരു കത്തിക്കരിഞ്ഞ നോട്ടുകൾ വൻതോതിൽ കണ്ടെത്തുന്നത് എങ്കിൽ ക്രിമിനൽ കേസ് വരില്ലേ? അത് വലിയ തോതിൽ ഉടനെ തന്നെ പോലീസ് എത്തി അന്വേഷണം നടക്കില്ലേ? CBI, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്നു വേണ്ട വലിയ രാഷ്ട്രീയ കോലാഹലം. അപ്പം ജഡ്ജിമാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ, ഈ നോട്ടുകൾ എന്ന് പറഞ്ഞാൽ കണക്കിൽ കൊള്ളാത്ത കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പം നമുക്ക് 676 ജഡ്ജിമാരാണ് ഈ ഹൈക്കോടതി ജഡ്ജിമാരായി ഇന്ത്യയിൽ ആകമാനമുള്ളത്. സുപ്രീം കോടതിയിൽ 10-30 ജഡ്ജിമാരുണ്ട്. ഇവരിൽ നാമമാത്രമായി 50-ൽ താഴെ 49 പേര് മാത്രമാണ് അവരുടെ വരവ് ചെലവ് കണക്കുകൾ, അവരുടെ സ്വത്തുകൾ, അവരുടെ ആസ്തികൾ പൊതുസമൂഹത്തിന് മുന്നിൽ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. അതിൽ ഒരാളാണ് ജസ്റ്റിസ് മദൻ ലോക്കൂർ. ഓർക്കുന്നില്ലേ, മദൻ ലോക്കൂറിനെ ഏതാനും വർഷം മുൻപ് ഈ ജസ്റ്റിസ് ചെലമേശ്വർ എന്ന സുപ്രീം കോടതി ജസ്റ്റിസ് റിട്ടയർ ചെയ്യുന്നതിന് തലേ ദിവസം അദ്ദേഹത്തിൻ്റെ വസതിയിലെ പുൽത്തകടിയിൽ പത്രലേഖകരെ വിളിച്ചുകൂട്ടി ജഡ്ജി ഒരു പത്രസമ്മേളനം നടത്തുകയാണ്. എന്നിട്ട് പറയുകയാണ്, എന്നോടൊപ്പം മറ്റ് 3 ജഡ്ജിമാർ കൂടിയുണ്ട്, 4 പേരാണ്. നമ്മുടെ മലയാളിയായ ജസ്റ്റിസ് കുര്യൻ ജോസഫ്, ജസ്റ്റിസ് ചെലമേശ്വർ, അതുപോലെ മദൻ ലോക്കൂർ, ഈ നേരത്തെ പറഞ്ഞ മദൻ ലോക്കൂർ, അതുപോലെ പിന്നീട് ചീഫ് ജസ്റ്റിസായ ഒരു ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്. ഈ ആളുകൾ 4 പേര് വരികയാണ്. എന്നിട്ട് പറയുകയാണ്, ചെലമേശ്വർ മാത്രം സംസാരിക്കുകയാണ്, ഈ 4 പേരും ഞങ്ങളെല്ലാം കൊളീജിയവുമായി ബന്ധപ്പെട്ട ആളുകളാണ്. പക്ഷേ ഇന്ത്യയിൽ നീതിന്യായ സംവിധാനം പൂർണ്ണമായും സുതാര്യമായിട്ടല്ല, രാഷ്ട്രീയ ഇടപെടലുകൾ നടക്കുന്നു, അനാരോഗ്യപരമായ പ്രവണതകൾ നടക്കുന്നു. പേര് പറഞ്ഞില്ല എങ്കിലും ബെഞ്ച് ഫിക്സിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഏത് കേസ് ഏത് ബെഞ്ചിലേക്കാണ് പോകേണ്ടത് എന്നതിനെക്കുറിച്ച് ഉൾപ്പെടെ ഇവിടെ അദൃശ്യമായ ചില വ്യക്തികൾ തീരുമാനങ്ങൾ മറഞ്ഞിരുന്നുകൊണ്ട് ചെയ്യുന്നു. ഇത് അനാരോഗ്യപരമാണെന്ന് ഞാൻ നാട്ടുകാരോട് പറയുന്നു. കൂടുതൽ ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കരുത്, പറയുന്നത് കേൾക്കുക. ഞാൻ നാളെ മുതലുണ്ടാവില്ല. ഈ ഇരിക്കുന്നതിൽ ഒരാൾ നാളെ ചീഫ് ജസ്റ്റിസ് ആകും, അദ്ദേഹം മാപ്പ് സാക്ഷിയാകും. അതുപോലെ തന്നെ സംഭവിച്ചു. അയോധ്യ കേസിലെ വിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിച്ചത് ഇതിലൊരു ജഡ്ജി ജസ്റ്റിസ് ഗൊഗോയ് ചീഫ് ജസ്റ്റിസ് ആയതിനു ശേഷമാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളുണ്ടായി. അദ്ദേഹത്തിനെതിരെ ഒരു ലൈംഗികാരോപണം ഉൾപ്പെടെയുള്ള മുൻ ആരോപണങ്ങൾ തട്ടിയെടുത്തു എന്ന് വേണ്ട ഉള്ളതും ഇല്ലാത്തതുമായ കേസുകൾ ജഡ്ജിമാർക്കെതിരെ ഉന്നയിച്ചുകൊണ്ട് സമ്മർദ്ദപ്പെടുത്തി ജഡ്ജിമാരെ അനുകൂലമായ വിധികളിലേക്ക് നയിക്കുന്ന ഒരു സംവിധാനമുണ്ട് എന്ന് മുൻകൂട്ടി തന്നെ പറഞ്ഞു ആ 4 പേർ. അതിലൊരാളാണ് മദൻ ലോക്കൂർ. മദൻ ലോക്കൂർ ഉൾപ്പെടെയുള്ള ആളുകൾ തങ്ങളുടെ ആസ്തി വിവരങ്ങൾ പൊതുജന സമക്ഷം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു ആരോഗ്യപരമായ ആവശ്യമില്ലേ? അവരുടെ വരവ് ചെലവ് കണക്കുകൾ അവർക്ക് ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ടാവും, അതൊക്കെ നമ്മൾ പബ്ലിക് ഡൊമൈനിൽ വരുന്നില്ല. പബ്ലിക് ഡൊമൈനിലേക്ക് അതാ പറയുന്നത്, സീസറുടെ ഭാര്യ സംശയത്തിന് അതീതരായിരിക്കണം. ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ് ജുഡീഷ്യറി. അപ്പോൾ ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി എന്നത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗം
നമ്മൾ തിരഞ്ഞെടുക്കുന്ന MLA മാർ MP മാർ ഗവൺമെൻറ് ഭാഗമാണ്. അവർ ചേർന്ന് തിരഞ്ഞെടുക്കുന്ന മന്ത്രിമാർ പ്രധാനമന്ത്രി ഗവൺമെൻറ് ഭാഗമാണ്. ഉദ്യോഗസ്ഥന്മാർ പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്ന നിലയിൽ ഗവൺമെൻറ് ഭാഗമാണ്. അതൊക്കെ ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ്. പക്ഷേ കോടതി സംവിധാനവും ഗവൺമെൻറ്റിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി മാത്രമല്ല, മോദി ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ മോദി മാത്രമല്ല, പാർലമെൻറ്റും ഉണ്ട്, കോടതി സംവിധാനവും ഉണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഭാഗം തന്നെയാണ്. അതാണ് അതിൻ്റെ ശാസ്ത്രീയമായ വശം, അതിനാണ് സാങ്കേതികമായ വശം. അത് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളോട് ഉത്തരവാദിത്തമുണ്ടാകാൻ ജഡ്ജിമാരുടെ അപ്പോയിൻറ്റ്മെൻറ്റ് ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ജഡ്ജിമാരുടെ നിയമനത്തിന് വേണ്ടിയും ട്രാൻസ്ഫറിന് വേണ്ടിയും രാഷ്ട്രീയ ഇടപെടലുകൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു സുതാര്യമായ ഒരു ജുഡീഷ്യൽ അപ്പോയിൻറ്റ്മെൻറ്റ് കമ്മീഷൻ സംവിധാനം നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ചേർന്ന് ഭരണ പ്രതിപക്ഷ കക്ഷിഭേദമന്യേ എല്ലാവരും ചേർന്ന് കൊണ്ടുവരും എന്ന ഒരു ധാരണയാണിപ്പോൾ. അതാണ് ലീഗൽ സർക്കിളിലെ ഇപ്പോഴത്തെ ചൂടേറിയ വാർത്ത. അത് ചൂടാറാതെ ഞാൻ പ്രേക്ഷകരിലേക്ക് പറയുന്നു, ഇവിടെ ജഡ്ജിമാർ ഉന്നത സ്ഥാനീയരാണ്. അവരിൽ മഹാഭൂരിപക്ഷവും വളരെ ഓണറബിൾ ആളുകളാണ്, വളരെ സുതാര്യമായി പ്രവർത്തിക്കുന്നവരാണ്, നീതിമാന്മാരാണ്. അവർ വളരെ വളരെ നോൺ കറപ്റ്റ് സ്ട്രൈറ്റ് ഫോർവേഡ് ആളുകളാണ്. പക്ഷേ ചെറിയ എണ്ണം പുഴുക്കുത്തുകൾ ഇതുപോലെയുള്ള ജസ്റ്റിസ് വർമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുപക്ഷെ ജുഡീഷ്യറിയുടെ ആധികാരികതയ്ക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്നു. ജനങ്ങൾ ഗവൺമെൻറ്റിനെ, ഒരു സിസ്റ്റത്തെ, ഭരണകൂടത്തെ അംഗീകരിക്കുന്നത് ഇവിടെ പ്രധാനമന്ത്രി ഉള്ളത് കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് തങ്ങൾക്ക് നീതി കിട്ടും, ഉന്നത നീതിപീഠത്തിൽ നിന്നും ആത്യന്തികമായി നീതി ലഭിക്കും, കോടതിയിലാണ് അവരുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷയ്ക്ക് മേൽ ബക്കറ്റ് കണക്കിന്, ആ തീപ്പൊരിയായ പ്രതീക്ഷയ്ക്ക് മേൽ ബക്കറ്റ് കണക്കിന് വെള്ളമൊഴിക്കുന്നതിന് തുല്യമായിരിക്കണം കൊളീജിയം ഇതിനെ മറച്ചു വെക്കുക എന്നത്. ആദ്യം കേസില്ല എന്ന് പറഞ്ഞു, ആദ്യം നോട്ടുകൾ കണ്ടെത്തിയില്ല എന്ന് പറയുന്നു, ഫയർഫോഴ്സ് മേധാവി പറയുന്നു ഒന്നും അറിഞ്ഞില്ല. അപ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ മറച്ചു വെക്കാനുണ്ട്, ഇടപെടലുകൾ നടത്തുന്നു. സുതാര്യമായി ഈ വിഷയം പ്രത്യേകമായി നമ്മളിപ്പോൾ സംസാരിച്ച ഈ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുമായി ബന്ധപ്പെട്ട നോട്ട് വിഷയം അല്ലേ, കറൻസി ഗേറ്റ്, നോട്ട് ഗേറ്റ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്ന വിവാദം, ഇനിയുള്ള കാലത്ത് ഏറെ വിശകലനം ചെയ്യാൻ സാധ്യതയുള്ള ആ വിഷയം പുതിയ ഒരു നീതിന്യായ സംവിധാനത്തിലേക്ക്, സംസ്കാരത്തിലേക്ക് ഭാരതത്തെ നയിക്കും എന്ന പ്രതീക്ഷയോടുകൂടി നിർത്തട്ടെ. ഭാവുകങ്ങൾ.